ഇപ്പോഴത്തെ ഈ ഒരു മഴക്കാലത്തുണ്ടല്ലോ ഇതിനൊക്കെ നല്ല ചൂട് ബ്രൗണി കിട്ടി ആരല്ലേ കഴിക്കാത്ത. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോർട്സിൻ്റെ താഴെ ഒരു ആരോ ഉണ്ടല്ലേ, ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ വീഡിയോയിലേക്ക് പോകും കേട്ടോ. ആ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്. 1 kg മെഷർമെൻറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു 1/2 kg വെയിറ്റ് വരുന്ന ഒരു ബ്രൗണിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ടയും അതേപോലെ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് ഞാനൊന്ന് കമ്പൈൻഡ് ആക്കി എടുക്കുകയാണ് കേട്ടോ. പഞ്ചസാരയുടെ തരിയൊക്കെ പോകണം, അതുപോലെ ഒന്ന് കമ്പൈൻഡ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബട്ടറും അതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ആദ്യം മെൽറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. ആ മെൽറ്റ് ചെയ്ത സാധനമാണ് നമ്മൾ ഈ ഒരു മുട്ടയുടെ ബാറ്ററിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതും നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് മൈദയും അതേപോലെ കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് അരിച്ച് മാറ്റി വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് അരിച്ച് അതിനകത്തോട്ടങ്ങ് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇത് 2-3 വട്ടമായിട്ട് നമ്മൾ സീവ് ചെയ്ത് ഇടണം, അരിച്ചിടണം, അല്ലെങ്കിൽ ഇതിന് കട്ട കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കമ്പൈൻഡ് ആക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആക്കിയിട്ട് ഈ ഒരു ടെക്സ്റ്ററിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു 8 ഇഞ്ച് പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാനിലോട്ട് ഒഴിക്കുക. നിങ്ങൾക്ക് 8 9 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മളെ ബ്രൗണിയുടെ എത്ര തിക്നെസ് വേണോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ച് സ്ക്വയർ മോൾഡാണ് എടുത്തേക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് ഒരു 1/2 kg കുറച്ചുകൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഒരു ചെറിയ മോൾഡിലേക്ക് മാറ്റി കേട്ടോ. ഇതൊരു 5 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്തതിന് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യണം. ഓവൻ 160 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്തിട്ട് 160 തന്നെ 35 മിനിറ്റ്സ് ആണ് കേട്ടോ നമ്മളെ ബ്രൗണിയുടെ ആ ഒരു ബേക്കിംഗ് ടൈം. പിന്നെ ഓരോരുത്തരും ഓവൻ ഡിപ്പെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഒരു 3-4 മിനിറ്റ് ഒക്കെ മാറുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ 35 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളെ ബ്രൗണി ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. അത്ര സോഫ്റ്റാണ്, യമ്മിയാണ്. ജ്യൂസി ബ്രൗണി എന്നൊക്കെ പറയത്തില്ല, അത്ര യമ്മിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി ഹെൽത്തി ആയിട്ട് കൊടുത്തുകൂടെ എന്തെങ്കിലും. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഒരു ബ്രൗണി നല്ല കുത്തിയിരുന്ന് തിന്നും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഫീഡ്ബാക്ക് എങ്കിലും ഇടാതെ നിങ്ങൾ പോരുത് കേട്ടോ. അപ്പം ഇതേപോലുള്ള ഒരുപാട് നല്ല റെസിപ്പീസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.